നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് ഞങ്ങൾ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് ഫാമിലി മൊത്തം 9 ട്രേഡുകളാണ് എടുത്തത്. അതിൽ ഒരെണ്ണം BTST ആണ്, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ടോട്ടൽ ലെവല് 8 കൂട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് 7 ലോസ് 1. എട്ടാമത്തെ, അതായത് 9ാമത്തെ BTST ആണ്, അതും ആൾറെഡി പ്രോഫിറ്റിലാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രമുഖ IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും US പണപ്പെരുപ്പ ഡാറ്റയ്ക്ക് മുന്നോടിയായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സെൻസെക്സ് 63.47 പോയിൻ്റ് ഉയർന്ന് 71,721 നിഫ്റ്റി 28.50 പോയിൻ്റ് ഉയർന്ന് 21,647 ക്ലോസ് ചെയ്തത്. ഹീറോ മോട്ടോ കോർപ്പ്, ബജാജ് ഓട്ടോ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ നിഫ്റ്റിയിൽ കാര്യമായ നേട്ടമുണ്ടാക്കി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, SBI ലൈഫ് ഇൻഷുറൻസ് എന്നിവ നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. സെക്ടറുകളിൽ നിഫ്റ്റി ഓട്ടോ സൂചിക 1% ഉയർന്ന് റെക്കോർഡ് ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് 21,680 ആണ് പറഞ്ഞിരുന്നത്. 21,675-80 ലെവല് 21,690 വരെയാണ്, 688 വരെയാണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 21,675 റെസിസ്റ്റൻസ് ആക്ട് ചെയ്തു. അതുപോലെ തന്നെ താഴെ സപ്പോർട്ടിലേക്ക് എത്തിയില്ല, ഒരു റേഞ്ച് ബോണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 47,680 റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് സൂപ്പറായിട്ട് ആക്ട് ചെയ്ത് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ 47,200 സപ്പോർട്ടും പറഞ്ഞിരുന്നു. സപ്പോർട്ടിന് അടുത്തെത്തി റീട്രേസ് ചെയ്യുകയായിരുന്നു. നാളെ ബാങ്ക് നിഫ്റ്റി 47,200 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാകുമ്പോൾ 47,000 സെക്കൻഡ് സപ്പോർട്ടും 46,880 മൂന്നാമത്തെ സപ്പോർട്ടുമായിട്ട് നിൽക്കും. ഇനി റെസിസ്റ്റൻസ് 47,560 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. 47,660 സെക്കൻഡും 47,940 തേർഡ് റെസിസ്റ്റൻറ്റും ആക്ട് ചെയ്യും. നിഫ്റ്റിയുടെ സപ്പോർട്ട് 21,550 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 21,450 സെക്കൻഡ് സപ്പോർട്ടും 21,330 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 21,720 ഫസ്റ്റ് റെസിസ്റ്റൻസും 21,760 സെക്കൻഡ് റെസിസ്റ്റൻസും 21,832 തേർഡ് റെസിസ്റ്റൻസും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നലെ കൊടുത്ത ഇൻട്രാഡേ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ഒന്നാമത്തേത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആയിരുന്നു. ഓപ്പണിംഗ് 1,643.95 പൈസയിൽ ചെയ്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1,665 1,667.95 വരെ പോയി പിന്നെ ഇറങ്ങുകയായിരുന്നു. നമ്മൾ 1,644 ചെയ്യാനാണ് പറഞ്ഞത്. 1,649, 53, 55 വരെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വരെ അത് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് പിഡിലൈറ്റ് ഇന്ത്യയാണ്. അത് ഓപ്പൺ ചെയ്തത് തന്നെ ഹൈയിലായിരുന്നു, പിന്നീട് അങ്ങോട്ട് താഴത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല. ഇനി നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തെ സ്റ്റോക്ക് നസാറയാണ്. ഈ ഒരു റേഞ്ച് 919.70 പൈസ, ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്കൗട്ട് ചെയ്തൊരു കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 919, 2050 നമുക്കൊരു ബൈ എൻട്രി കൊടുക്കാം. ഒരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് 915 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് 923, 25, 28 എന്നിങ്ങനെ 3 ടാർഗറ്റ് കീപ്പ് ചെയ്യാം. രണ്ടാമത്തേത് MGL ആണ്. MGL ഒരു 3-4 തവണ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച് താഴത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇതൊന്ന് ചിലപ്പോൾ ഈ വഴിക്ക് അങ്ങനെ പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ഓപ്പോസിറ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണും കൂടി ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഈ ലൈന് ബ്രേക്ക് ചെയ്ത്
സസ്റ്റെയിൻ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ 1252 ബൈ എൻട്രി കൊടുക്കാം, 1252 ബൈ എൻട്രി കൊടുക്കാം, 1246 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, 1258, 61, 65 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാം. ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് അഡ്വൈസറുമായി ചർച്ച ചെയ്തോ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.